ഇങ്ങനെ പലതിനെയും വിധി എഴുതി മാറ്റി നിർത്തിയിട്ടുണ്ടാവും. ഇത് ശരിയാവത്തില്ല, ഇവൻ നന്നാവത്തില്ല, ഇത് തീർന്നു, ഇത് ചീഞ്ഞഴിഞ്ഞു, ഇത് കെട്ടപ്പെട്ടു, ഇത് കല്ലറയിലാണ്, ഇത് രക്ഷപ്പെടത്തില്ല എന്ന് നീ ആരെക്കുറിച്ചെങ്കിലും വിധി എഴുതിയിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ നിന്റെ വീട്ടിലുള്ളവരെ കുറിച്ച് നീ അങ്ങനെ വിധി എഴുതിയിട്ടുണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം. നിങ്ങൾ ആരെയും കുറിച്ചെങ്കിലും ഇത് കീറി, വട്ടം കീറി ഇട്ടു, തീർന്നു, പോയി, ഇത് പോയി, ഇനി രക്ഷപ്പെടത്തില്ല എന്ന് നിന്റെ മാനുഷിക ബുദ്ധിയിൽ നീ കരുതി എഴുതി കീറിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഈ വചന ശുശ്രൂഷ സമയത്ത് ഈശോ നിന്നോട് പറയുന്നു, ദേ ദൂരെ കളയാൻ വരട്ടെ, കീറാൻ വരട്ടെ. നീ കാണാത്തൊരു കാര്യം നിന്റെ ദൈവം, സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി കാണിച്ചു തരും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കും. അതാണ് ആ വചനത്തിന്റെ അർത്ഥം. നീ ഇതിങ്ങനെ ഏറ്റെടുത്തോണം. നിന്റെ ജീവിതത്തിൽ ചീഞ്ഞഴിങ്ങിയ ഒരു അവസ്ഥയുണ്ടാവും, തകർന്ന് തരിപ്പണമായി ജപ്തി വന്നിരിക്കുന്ന അവസ്ഥ, ഇനി ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥ, ജീവിതത്തിൽ മറ്റെല്ലാവരും എന്നെ നശിപ്പിച്ചു, ഇനി ഒന്നും എനിക്കില്ല, ചതിച്ചു, ചതിക്കപ്പെട്ടു ഉണ്ടാവും. ഓരോരോ അനുഭവങ്ങൾ ഉണ്ടാകും. ഒത്തിരി സ്വപ്നങ്ങളോടുകൂടെ മക്കളെ വളർത്തി വലുതാക്കിയിട്ട് അവർ തോന്നിയതുപോലെ പോയതിൻ്റെ സങ്കടം പേറുന്ന മാതാപിതാക്കളുണ്ട്. എൻ്റെ പ്രിയരെ, ഒന്നും കീറിക്കളയാൻ വരട്ടെ, ഒന്നും നീ തള്ളിക്കളയാൻ വരട്ടെ. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. മനുഷ്യബുദ്ധിയിൽ ചീഞ്ഞളിഞ്ഞുവെന്ന് കരുതുന്ന കാര്യത്തിന്റെ മുമ്പിൽ തമ്പുരാൻ കർത്താവ് പ്രവർത്തിക്കും. വിശ്വസിക്കുന്നവർ രണ്ട് കരങ്ങൾ ഉയർത്തി നല്ല ഒച്ചത്തിൽ ഒരു ആമേൻ പറഞ്ഞേ. അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ. ആമേൻ, ആമേൻ. വിശ്വസിച്ചാൽ ദൈവമഹത്വം സംഭവിക്കും. അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ ജോസഫ് നിന്നെ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ടെന്ന് വായിച്ചോ, നല്ല വചനമാണ്. ജോസഫ് ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം അതിൻ്റെ 20-ാം തിരുവചനം. ഉൽപ്പത്തി പുസ്തകം, ആ പുസ്തകം തന്നെ അവസാനിക്കുന്നത് ഈ ജോസഫിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാം തിരുവചനം. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷെ ദൈവം അത് നന്മയാക്കി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വർഗത്തിലെ ദൈവം ഇന്ന് നീ കണക്കാക്കുന്ന തിന്മ, ഇന്ന് നീ കണക്കാക്കുന്ന ഭാരം, പരീക്ഷ, അതിന്റെ മുകളിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉള്ളവരൊന്ന് ചാടി എഴുന്നേറ്റ് നിന്നെ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ ഏറ്റെടുക്കണം. നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ എത്ര ഭാരപ്പെട്ടതാവട്ടെ, ഒരുപക്ഷെ നീ ചിന്തിക്കും, എന്നെ ഈ കുഴിയിൽ നിന്ന് ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റില്ല, എന്നെ ആശ്വസിപ്പിക്കാൻ ആർക്കും പറ്റില്ല, എൻ്റെ വിഷമം അത്ര വലുതാണ്. ആയിക്കോട്ടെ, എന്നാൽ നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും.